ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു കൂന്തൽ കറിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പം നമ്മൾ ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്ത് പെട്ടെന്നൊരു ഇതായപ്പോൾ നല്ല ആയിട്ട് മൊരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പം നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ചില്ല. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ അതിനൊരു പ്രത്യേക മണവും ഗുണവും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് കറി ചീത്തയായിപ്പോവും. അപ്പം നമുക്ക് ഇച്ചിരി മിച്ചം ഉണ്ടെങ്കിലൊക്കെ നാളെ എടുക്കണമെങ്കിൽ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം. നന്നായിട്ടൊന്ന് സവോളയായിട്ട് മിക്സ് ചെയ്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കൂന്തലിട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും പ്രത്യേകം വേവിച്ചിട്ടൊക്കെയാണ് ഇടുന്നത്. പുളിയിട്ട് വേവിച്ച് പറ്റിച്ചിട്ടൊക്കെ ചേർക്കുന്നത്. കൂന്തൽ ഒരുപാട് വേവിക്കുന്നതോറും അത് റബ്ബർ പോലെ ആയിപ്പോവും. കൂന്തലൊക്കെ വേകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് മതിയെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ മസാലയൊക്കെ റെഡിയായി കഴിയുമ്പോൾ അതിലോട്ട് തന്നെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പം ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതും പറ്റിയതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റായിട്ട് വരും. അപ്പം നമ്മൾ ഉപ്പിടുന്ന ഭാഗം കൂടെ മിക്സായപ്പോഴുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ